വെൽക്കം ബാക്ക് ടു സ്റ്റിയാസ് വേൾഡ്. അപ്പോൾ ഇന്ന് പോകുന്നതൊരു യാത്ര എങ്ങോട്ടാണെന്നല്ലേ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഒരുങ്ങിക്കെട്ടി പോകുന്നത്. അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി പോകുന്നതാണ്. മീൻ വാങ്ങാൻ ഇത്രയും മേക്കപ്പ് കുറച്ച് കൂടുതലല്ലേ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് ലിഫ്റ്റിക്കൊക്കെ ആയിട്ട് അങ്ങ് ഒരുങ്ങി. എന്തായാലും മീൻ വാങ്ങാൻ പോകുന്നതല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരുപാട് അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോസ് എടുത്തത്. അപ്പോൾ അതിമനോഹരമായ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുകയാണ്. ഇതേതോ പാവപ്പെട്ടവൻ്റെ ഒരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കും ഇതുപോലെയൊക്കെ ഒരു വീട് വയ്ക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയായി. പകുതി വഴി പോയി ATM കയറി പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ വീഡിയോ എടുത്തു. ATM ഞങ്ങളെ ചതിച്ചു. അങ്ങനെ 1000 രൂപ പോയി കിട്ടി. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ചെടിയൊക്കെ നോക്കി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് പോയി. എന്തായാലും നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ. മീൻ വാങ്ങുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി തന്നെ പിന്നെയും യാത്രയായി. കുറേ ദൂരങ്ങളൊക്കെ യാത്രയായി പോയി. അപ്പോൾ ഇതാ ഒരു പാലം കണ്ടു. ഈ പാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കാം. അപ്പോൾ അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഏത് പാലമാണെന്നുള്ളത്. അപ്പോൾ നല്ല രസമാണ് ഈ പാലത്തിൽ കൂടെയുള്ള യാത്രകളൊക്കെ. എന്തായാലും പറ്റുന്നവരൊക്കെ ഇത് ആസ്വദിക്കുക. വന്ന് കടലും കായലും ഒക്കെ ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ചേട്ടന്മാരും അപ്പന്മാരും എല്ലാവരും മീനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ മീനൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തോട് ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് സ്ഥലം കൂടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ വലയൊക്കെ എന്തൊക്കെ പണികളൊക്കെ ചെയ്യുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഞങ്ങളവിടെ തന്നെ ഒതുക്കി വെച്ചു. അപ്പോൾ ഇതാ അവിടെ വലയൊക്കെ നൂത്ത് എന്തൊക്കെയോ പണികളൊക്കെയാണ് അവരൊക്കെ. ആ ഒരു സൈഡിൽ കൂടെ ഞങ്ങളും യാത്രയായി. എവിടെയാണ് പോകുന്നത്? നമ്മുടെ ലക്ഷ്യസ്ഥാനം മീൻ വാങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ചേട്ടന്മാരൊക്കെ എന്തൊക്കെയോ കത്തി വയ്ക്കുന്നു രാവിലെ തന്നെ. അതിനുശേഷം ഒരുപാട് വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട്. മീനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. കുറേ അമ്മമാരൊക്കെ വട്ടയും കുട്ടിയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഞങ്ങൾക്ക് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് മീൻ മാത്രമേ ഇപ്പോൾ വാങ്ങിയുള്ളൂ. അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നല്ലപോലെ തെളിഞ്ഞു കിടക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ മീനൊക്കെ അത്യാവശ്യം നല്ലപോലെ കാണാം. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നോക്കി. രക്ഷയില്ല, പുള്ളിക്കാരനൊരു മീനൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് പോയിട്ടും അവിടെ മീനൊന്നും ഇല്ലായിരുന്നു. വലിയ ചൂരയും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മീനുകളേ ഉള്ളായിരുന്നു. അപ്പം അങ്ങനത്തെ വലിയ മീനൊക്കെ 2 ദിവസം പഴക്കായ മീനൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. പിന്നെ അതിന് ശേഷം പതുക്കെ നടന്നു വന്നു. അങ്ങനെ ഇതാ പിന്നും ചേട്ടൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തേലും മീൻ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന്. അപ്പോൾ പുള്ളിക്കാരുടെ പരിശ്രമം അവിടെ തുടരുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയി. കുറേ അമ്മമാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു പാവപ്പെട്ട ഒരു അമ്മയിൽ ഞങ്ങൾ മീൻ വാങ്ങി. അപ്പം ഇത് ഞങ്ങൾ കണവയെന്ന് പറയും. നിങ്ങളുടെയൊക്കെ എന്തൊക്കെ പറയുന്നതെന്ന് അറിയില്ല. കൂന്തൽ കണവ അങ്ങനെയൊക്കെ പറയും. പിന്നെ കുറച്ച് ഇത്രയും അവർ ഫ്രീ ആയിട്ട് തന്നെയാണ് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് മീൻ വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഇത്രയും മീൻ 200 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.